ഹലോ, അസ്സാം വലൈക്കും. ഇഷ്വാസ് വേർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസം എവിടെയും പോയിട്ടില്ല. അപ്പോൾ രണ്ടാമത്തെ ദിവസമാണ്, അപ്പോൾ ഞായറാഴ്ച ദിവസമാണ് കേട്ടോ. അന്നത്തെ വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ഇതുവരെ ഇടാൻ പറ്റിയിട്ടുണ്ടാകുന്നില്ല. അങ്ങനെ നമ്മൾ പോണത് ബന്നർഘട്ട നാഷണൽ പാർക്കിലാണ് കേട്ടോ, ബാംഗ്ലൂരത്തെ. അപ്പോൾ നമ്മൾ ബസ്സിനാണ് പോണത്. ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് ശിവാജി നഗർ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ റൂമിൻ്റെ അവിടെ നിന്ന് കുറച്ച് പോകണം, ഒരു 5 മിനിറ്റത്തെ നടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ നടക്കാൻ വിചാരിച്ചു. പുറത്ത് നോക്കും, ഇവിടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ, നല്ല തിരക്കുള്ള ഏരിയയിൽ. എൻ്റെ വീഡിയോ തന്നെ കണ്ടിട്ടുണ്ടാവും, അവിടെ നല്ല തിരക്കുള്ള ഏരിയയാണ്. അപ്പോൾ ഇവിടെയൊക്കെ കടകളൊന്നും ഇപ്പോൾ തുറന്നിട്ടില്ല, 10:30 ആയിട്ടോ സമയം. അപ്പോൾ പിന്നെ പെരുന്നാളിൻ്റെ രണ്ടാമത്തെ ദിവസം ആയതുകൊണ്ടായിരിക്കും അധികം കടകളൊന്നും തുറന്നിട്ടില്ല. അപ്പോൾ ഇതാ ശിവാജി നഗർ ബസ് സ്റ്റാൻഡിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു കടയിൽ നിന്ന് കുട്ടികൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ, കടല അതുപോലെ ലൈസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവിടുന്ന് നമ്മളവിടെ ബസ് എപ്പോഴാണെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബസ് കാണിച്ചു തന്നു, അതാ നിൽക്കണ ബസ്സാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കയറിയപ്പോൾ ഒരാളും ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ, തിരക്കൊന്നുമില്ല. നല്ല സുഖമായി കയറി ഇരിക്കാൻ പറ്റി, സീറ്റൊക്കെ കിട്ടിയിട്ട് മക്കൾക്കൊക്കെ ഇരിക്കാൻ സീറ്റ് കിട്ടി, നല്ല സുഖമായിട്ട് പോകാൻ പറ്റി. അപ്പോൾ ബസ്സൊക്കെ ശിവാജി നഗറിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് ബസ്സല്ല കേട്ടോ, നമ്മൾ ശാന്തിനഗർ ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ശാന്തിനഗർ ബസ് സ്റ്റാൻഡിലേക്ക് 18 രൂപയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നുള്ളൂ ബന്നർഘട്ടയ്ക്ക് നേരിട്ട് ബസ് ഉണ്ടാവുക. അപ്പോൾ ഇതാ ഇങ്ങനെ നോക്ക്, നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ പെട്ടിക്കടയിലൊക്കെ കച്ചവടം ചെയ്യും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ചെറിയൊരു കടയിലാണ് കേട്ടോ ആൾ കച്ചവടം ചെയ്യണത്. ചെരുപ്പിനൊക്കെ 150 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ പോകുന്നു കേട്ടോ. അവിടെ നിന്ന് കുറച്ച് നേരം, അവിടെ നിന്നൊക്കെ കുറച്ച് ആൾക്കാർ കയറി, വലിയ തിരക്കൊന്നുമില്ലാതെ. ഈ കാണുന്നത് നമ്മളെ ചിന്നസ്വാമി സ്റ്റേഡിയമാണ് കേട്ടോ. ഇവിടെ ക്രിക്കറ്റ് IPL നടക്കുന്ന സ്റ്റേഡിയമാണിത്. അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതാട്ടോ. അപ്പം അതിൻ്റെ ഉള്ളിലിപ്പോൾ എന്തോ ക്രിക്കറ്റ് കളി എന്തോ നടക്കുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ പോസ്റ്ററൊക്കെ കണ്ടപ്പോൾ ഇക്ക പറഞ്ഞ് അവിടെ എന്തോ കളി നടക്കുന്നുണ്ട്, അതാണ് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്ററൊക്കെ കാണിച്ചു തന്നു കേട്ടോ. നമ്മളെ റൂമിൻ്റെ അവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ, നല്ല വൃത്തിയൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ് കേട്ടോ. പക്ഷേ നമ്മളെ റൂമൊക്കെ വിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ബിൽഡിങ്ങുകളും നല്ല അടിപൊളി റോഡും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചങ്ങോട്ട് വന്നപ്പോൾ കുറച്ചൊക്കെ ആൾക്കാർ കയറിയിട്ടോ, തോനെയൊന്നും കയറിയിട്ടില്ല, അപ്പോഴും തിരക്കൊന്നുമില്ല. അപ്പോൾ നമ്മളോട് അയാൾ പറഞ്ഞു ശാന്തിനഗർ ബസ് സ്റ്റാൻഡിൽ കയറണ്ട, അതിൻ്റെ മുമ്പ് ഇവിടെ വന്ന ബസ് നിർത്തും, അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് കയറിക്കോ പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മുമ്പത്തെ ഒരു സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടോ. അപ്പോൾ ഇവിടെ മക്കളൊക്കെ അങ്ങനെ ഇരിക്കണം ബസ് കാത്തിട്ട്. അപ്പോൾ 365 കേട്ടോ ബസ്സിൻ്റെ നമ്പർ. ബന്നർഘട്ട പോണ ബസ്സിൻ്റെയൊക്കെ നമ്പർ 365 കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ബാംഗ്ലൂരിലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ 365 പോയാൽ മതി കേട്ടോ ബസ്. ബന്നർഘട്ട പോണതാണ്. ഇപ്പോൾ സമയം 11:58 അപ്പോൾ ബസ് സ്റ്റാൻഡൊക്കെ ഒന്ന് കയറി, ബസ് സ്റ്റാൻഡിലൊക്കെ ഒന്ന് കയറിയപ്പോൾ അവിടുന്ന് ആൾക്കാർ കുറച്ചൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. ഇരിക്കാൻ സീറ്റ് കിട്ടിയിട്ടില്ല, എനിക്കും ഇക്കാക്കൊന്നും കിട്ടിയിട്ടില്ല. ഒരു സീറ്റ് കിട്ടിയപ്പോൾ ഇൽഫാനെയും ഐഷുവിനെയും അതിൽ ഇരുത്തിയിട്ടോ. അപ്പോൾ നിഷമോളോട് ഇരിക്കാൻ പറഞ്ഞപ്പോൾ അവൾക്ക് വേണ്ട പറഞ്ഞപ്പോൾ അവൾ എൻ്റെ കൂടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കയറിയപ്പോൾ 1 മണിക്കൂറുണ്ട് കേട്ടോ, ഒരു 1.5 മണിക്കൂറിൻ്റെ യാത്ര ഉണ്ട് കേട്ടോ ശാന്തിനഗറിൽ നിന്ന് ബന്നർഘട്ടയ്ക്ക്. അപ്പോൾ നമ്മൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബസ്സിൽ കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ ഫുള്ള് തിരക്കാണ്, ആൾക്കാർ ഫുള്ള് ഇതിലാണ് കയറിയത് തോന്നുന്നു. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഒരു 3-4 ബസ് കടന്നു പോയിട്ടോ, 365. അപ്പോൾ നമുക്കത് കാട്ടിയപ്പോൾ നിർത്തിയില്ല, ഈ ബസ്സാട്ടോ നിർത്തിയ. ഈ ബസ്സിലാണെങ്കിൽ തിരക്കിൻ്റെ തിരക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നേരം പുറത്തൊക്കെ ഒന്ന് ഇരുന്നിട്ടാണ് കേട്ടോ ഉള്ളിലേക്ക് കയറിയത്. എന്നിട്ട് ഉള്ളിൽ കയറിയപ്പോൾ ഇതാ ഇങ്ങനെയൊക്കെ ഒരു ബോർഡൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ഇനി അവിടെ നിന്ന് പോയി ടിക്കറ്റ് എടുക്കണം കേട്ടോ. ടിക്കറ്റ് കൗണ്ടറിൽ നല്ല തിരക്കാണ്, ഭയങ്കര തിരക്ക് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. അപ്പം ഇന്ന് കർണാടകയിൽ അവർക്ക് എന്തോ ഒരു സംഭവം കൂടി ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു, എന്തോ ഒരു ഫെസ്റ്റിവൽ എന്തോ ഉണ്ട്, അത് നമുക്കറിയില്ല, എനിക്കറിയില്ലൊക്കെ എന്തോ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ അങ്ങനത്തെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കാണാൻ. അപ്പോൾ അതാ കുറച്ച് നേരം നമ്മളിതാ ഇതൊക്കെ നോക്കി നിന്നിട്ട് ആൾക്കാർ കുറേ ഫോട്ടോ ഒക്കെ എടുത്തും കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി നിന്നു. അപ്പോൾ ഇതിന് ഇക്ക പോയിട്ട് ടിക്കറ്റ് എടുക്കാൻ പോയി കേട്ടോ.
കുറച്ച് നേരം നിന്നിട്ടാണ് കേട്ടോ ടിക്കറ്റൊക്കെ കിട്ടിയത്. അപ്പോൾ കയറുന്ന എൻട്രിയിൽ തന്നെ ഇങ്ങനെ നല്ല കാണാനൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അതിൻ്റെ ഉള്ളിൽ കയറാൻ 120 എന്തോ ആണ് കേട്ടോ ടിക്കറ്റ് ചാർജ്. അപ്പോൾ കുട്ടികൾക്ക് അതിൻ്റെ ഹാഫും. അപ്പോൾ അതൊക്കെ നമുക്ക് ബസ്സിൽ കൊണ്ടുപോയിട്ട് മൃഗങ്ങളെ അടുത്ത് കൂടി കൊണ്ടുപോകണ വേറൊരു ഇതുണ്ട് കേട്ടോ ബസ്സിൽ. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് ചാർജ് എന്താണെന്ന് അറിയില്ല. ഫസ്റ്റ് കയറി കാണാൻ ചെല്ലണോടെ തന്നെ സീബ്രാൻ്റെ അതാണ് കേട്ടോ. അതിൽ 3-4 സീബ്ര ഉണ്ട്. അപ്പോൾ ഒക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഓരോരുത്തർ തന്നെ നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് കുറച്ച് നേരം നമ്മൾ അതിനെയൊക്കെ കണ്ട് ഐഷുവിനൊക്കെ അത് കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നു കേട്ടോ. അപ്പോൾ ഇവിടെ അതാ ജിറാഫ് ഉണ്ട്. ജിറാഫ് 2 എണ്ണമൊക്കെ ഉള്ളൂ. അപ്പോൾ അതിന് കുറച്ച് നേരം അങ്ങനെ നോക്കി നിന്നിട്ട് അങ്ങനെ അവിടുന്ന് രണ്ടാമത്തെ ജിറാഫാണ് കേട്ടുള്ളത്. അവിടുന്ന് കുറച്ചൊക്കെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നടന്നു പോകണം. അപ്പോഴാണ് മാന് പറഞ്ഞാൽ കലമാന അങ്ങനെ എന്തോ ഒരു മാനിൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ അതാണ് അവിടെ ഈ കാണുന്ന പൂക്കളാണ് കേട്ടോ. അപ്പോൾ ബാംഗ്ലൂർ ഫുള്ള് പൂത്ത് നിൽക്കുന്ന റോട്ടിലും എല്ലായിടത്തും ഫുൾ പൂത്ത് നിൽക്കുന്നുണ്ട്. അതേപോലെ ഒട്ടക പക്ഷിനെ കണ്ടു. പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മൃഗങ്ങൾ കടുവയും ഒക്കെ ഉണ്ട്. പക്ഷെ കുറേ ഞാൻ എടുത്തിട്ടില്ല വീഡിയോ കേട്ടോ. അപ്പോൾ കുട്ടികളെയും കൊണ്ടൊക്കെ നമുക്ക് കുറച്ച് നേരം അങ്ങനെ പോയി കാണാൻ പറ്റുന്നൊരു നാഷണൽ പാർക്ക് തന്നെയാണ് കേട്ടോ. കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാം, നമുക്ക് പറഞ്ഞു കൊടുക്കാം, അവർക്ക് മനസ്സിലാവും, അങ്ങനെ കണ്ട് മനസ്സിലാവും എന്തൊക്കെയാണ് ഏതാണെന്ന്. ഇവിടെ ബോട്ടിങ്ങൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വെറുതെ വന്ന് നോക്കിയതാണ്. ബോട്ടിങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ ആൾക്കാർ കയറാൻ ക്യൂ നിൽക്കുക. അപ്പോൾ അവിടെ ഒന്നും കയറാൻ പറ്റില്ല, അത്ര തിരക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ ഹിപ്പോപ്പൊട്ടാമസൊക്കെ ഒരെണ്ണം ഉള്ളൂ തോന്നുന്നു കേട്ടോ. അതിനെ അങ്ങനെ വല്ലാതെ ഒന്നിനെ മാത്രമേ കണ്ടുള്ളൂ. പിന്നെ കാണാൻ കുറേ ഉള്ളത് കാര്യമായിട്ട് മാനുണ്ട് കേട്ടോ. മാന് പലവിധം മാനുകൾ ഉണ്ട്. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ട്. പുള്ളിമാനും കലമാനും അങ്ങനെ കുറേ മാനുകളുണ്ട് കേട്ടോ കാര്യമായിട്ട്. മാനുകളെ സെക്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ കാണുന്നത് ആനനെയാണ് കേട്ടോ. ചെറിയ ആനകളാണ് കേട്ടോ, വലിയ ആനകളൊന്നുമില്ല, ചെറിയ ആനക്കുട്ടികളാണ്. പിന്നെ നമ്മൾ ഇവിടെ വന്നപ്പോൾ ആയിഷമോള് ചെറിയ കുട്ടിയെന്ന് 1.5 വയസ്സായിരുന്നു കേട്ടോ ആയിഷമോൾക്ക്. അപ്പോൾ അവൾക്കത് കണ്ടതായിട്ടൊന്നും ഓർമ്മയില്ല. പിന്നെ ഇഷാഖുൽഫാക്കൊക്കെ അത് കണ്ടതായിട്ട് ഓർമ്മയുണ്ട്. അവർക്ക് വന്ന് അത്യാവശ്യം ഓർമ്മയുള്ള പ്രായം തന്നെയായിരുന്നു കേട്ടോ. ഐഷുവിന് അതൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു കുരുന്നരി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ പുള്ളിപ്പുലി ഇരിക്കുന്നുണ്ട്. ആൾ ഭയങ്കര ഗമയിലാണ് കേട്ടോ, നോക്കണമൊന്നുമില്ല. അപ്പോൾ 2 പുള്ളിപ്പുലി ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒരാൾ അവിടെ പോയി ഇരിക്കുന്നുണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്നും നോക്കണമൊന്നുമില്ല കേട്ടോ. അവിടെ പോയി അങ്ങോട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ കിടക്കണ ആളെ നിങ്ങൾ കണ്ടോ? ആളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് അതിൻ്റെ അവിടെ കിടന്നു കേട്ടോ. അല്ലെങ്കിൽ നല്ല ഗർജനൊക്കെ കേൾക്കായിരുന്നു. അപ്പോൾ ഇത് ആൾ സൈലൻ്റായി അവിടെ വന്ന് കിടന്നു. അപ്പോൾ എല്ലാവരും ആളെയാണ് നോക്കിയിരിക്കുന്നത് കേട്ടോ. കാര്യമായിട്ട് എല്ലാവരും അയാളെ തന്നെ നോക്കിയിരുന്നത്. അപ്പോൾ അയാൾക്ക് കുറച്ച് ഗമ കൂടിപ്പോയി. ഞാനല്ലേ കാട്ടിലെ രാജാവ് പറഞ്ഞ് ഭയങ്കര ഗമയായിപ്പോയി. ആളൊന്നും ഉണ്ടാക്കാതെ സൈലൻ്റായി അവിടെ ഇരുന്ന്. എന്നിട്ട് നമ്മൾ അവിടുന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ കിളികളെ ഒരു സെക്ഷനാട്ടോ. ഇത് പലതരം വെറൈറ്റി തത്തകളെ ഒരു ഇതാണ്. അപ്പോൾ തത്തകളൊക്കെ പേരും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം നമ്മൾ അങ്ങനെ തത്തകളൊക്കെ നോക്കി ഫുള്ള് ഇങ്ങനെ. അതിൻ്റെ അപ്പുറത്തെ ബാക്ക് ഭാഗവും സൈഡ് ഭാഗത്തൊക്കെ ഓരോന്നുണ്ട് കേട്ടോ. നമ്മൾ അവിടെയൊന്നും പോയില്ല, കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ വല്ലാതെ വീഡിയോസൊന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ. അങ്ങനെ കുറച്ച് നേരം തത്തനെയൊക്കെ കണ്ട് കുറച്ച് കുട്ടികൾക്ക് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ കുറച്ച് നേരം നിന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടോ വീട്ടിൽ നിന്ന് പോയിന്ന്. അവിടുന്ന് ഒഴിഞ്ഞൊരു സ്ഥലം കണ്ടപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും അവിടെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു കേട്ടോ. പിന്നെ വണ്ടിയിൽ പോണവർക്ക്, ബസ്സിൽ പോണവർക്ക് ഫുള്ള് എടുത്ത് നിന്ന് എല്ലാ മൃഗങ്ങളെയും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആ കുളത്തിൽ മുതല കിടക്കണുണ്ട് കേട്ടോ. ആ 2 മുതലയും നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് പോന്നപ്പോൾ വെള്ള കളറ് മയിൽ. പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് കുറേ കിളികൾ കേട്ടോ. കുറേ തത്തകളുണ്ട്, വെറൈറ്റി തത്തകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കാണുന്നതൊക്കെ കൊറ്റികളാണ്. പലവിധം വെറൈറ്റി കൊറ്റികളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ നമ്മൾ വല്ലാതെ അവിടെ നിന്നില്ല കേട്ടോ, പുറത്ത് പോന്നു. അപ്പോൾ പുറത്ത് വരുന്ന സമയത്ത് ഒരു വലിയൊരു ഹോട്ടലും കാര്യങ്ങളും അതിൻ്റെ ഉള്ളിൽ കുറേ കച്ചവടങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ ഉണ്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിക്കേണ്ടവർക്ക് അതിൻ്റെ ഉള്ളിൽ ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല റേറ്റാണ് തോന്നുന്നു. അപ്പോൾ നമ്മൾ അവിടെ ചോദിച്ചു ശിവാജി നഗർക്ക് ബസ് ഇവിടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ഇറങ്ങിയതും ശിവാജി നഗർക്ക് ഡയറക്റ്റ് ബസ് കിട്ടി കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ MG റോഡൊക്കെ പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് 200 രൂപയൊക്കെ കൊടുത്ത് നമ്മളെ റൂമൊക്കെ പോകേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് വരുന്നോടത്ത് തന്നെ വേറെ എന്തോ എക്സിബിഷൻ എന്തോ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ യന്ത്രൂനാലും
തോന്നി. അപ്പോൾ ഇതാ തിരിച്ച് നമ്മൾ ശിവാജി നഗർ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടോ. അപ്പോൾ നമുക്ക് 1 മണിക്കൂറത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ എത്തി. നമുക്ക് എല്ലാവർക്കും ഇരിക്കാനൊക്കെ സീറ്റ് കിട്ടിയിരുന്നു കേട്ടോ. സുഖമായി നമ്മൾ തിരിച്ചു വരുമ്പോൾ നല്ല സുഖമായ യാത്രയായിരുന്നു. പോകുമ്പോഴത്തെ പോലെയല്ല, തിരിച്ചു വരുമ്പോൾ നല്ല സുഖമായി പോകുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി യാത്രയായിരുന്നു. ഇപ്പോൾ ഇതാ ഫുള്ള് കടകളും ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. എല്ലാ ഞായറാഴ്ചത്തെയും പോലത്തെ തിരക്കൊന്നുമില്ല, പെരുന്നാൾ കഴിഞ്ഞുകൊണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അവിടുന്ന് തൊപ്പിക്ക് വില ചോദിച്ചപ്പോൾ നല്ല റേറ്റാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഐശുവിന് ഒരു തൊപ്പിയൊക്കെ വാങ്ങിക്കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും എനിക്ക് എന്തായാലും തീർച്ചയായും ലൈക്ക് തരണേ.